2 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കിളിക്കൂട് കാണാൻ പോവുകയാണ് കേട്ടോ. അതുപോലെ നമ്മളെ പച്ചക്കറി തോട്ടം മത്തൻ്റെ ഒക്കെ കാണാൻ പോവുകയാണ്. ആദ്യം നമുക്ക് കിളിക്കൂട്ട് പോവാം. കുറേ പുതിയ ആളുകളുണ്ട്. എന്നെ കാണാത്ത കുറേ പുതിയ ആളുകളുണ്ട് കേട്ടോ. 1 2 എന്നല്ല, ഇഷ്ടം പോലെ ആളുകൾ, പുതിയ ആളുകളുണ്ട്. മാഷാ അല്ലാഹ്, കുറേ പുതിയ കുട്ടികളുണ്ട്. എന്താ എന്തിടാ നിങ്ങളിൻ്റെ മറന്നോ 2 മാസം കൊണ്ട്? ആണോ? കിളിക്കൂട്ടിലെ വിശേഷം അതാണ്. തീറ്റയൊക്കെ കണ്ട് ഫുള്ള് നിലത്തൊക്കെ ലോഡായിക്കണം കേട്ടോ. തേനൊക്കെ മൂപ്പരി കൊടുത്ത് അങ്ങനെ തട്ടി കൊടുത്തിട്ട് എന്താ ശരിക്കും ഫോക്കസ് ആവുന്നില്ല. നമുക്ക് ഗാർഡനിലേക്ക് നോക്കുകയാണെങ്കിൽ മത്തൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും അല്ല സാധനം കഴിഞ്ഞിട്ടില്ല. ലെമണൊക്കെ ചാടിയിട്ടുണ്ട് കണ്ടോ. ചെറുനാരങ്ങയൊക്കെ ഇതൊക്കെ ചാടി കിടക്കുന്നുണ്ട്. ഇവരൊക്കെ മത്തൻ്റെ ഇലയൊക്കെ അങ്ങനെ ഉണ്ട്. ഉണങ്ങുന്നുണ്ട് കുറേ കേട്ടാ. ചൂടേ. ഈത്തപ്പഴം കണ്ടോ, ഈത്തപ്പഴമൊക്കെ ആയിട്ടുണ്ട്. മത്തൻ്റെ ഇല കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഉണങ്ങി പറ്റും പോയിട്ടില്ല എന്നല്ല. ഇവിടുത്തെ പഴംപറയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പോകുമ്പോൾ ഇത് കെട്ടിയിട്ടാണ് പോയത്. പക്ഷെ ഇവിടുത്തെ പഴംപറ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അല്ലോ. അതുപോലെ നമ്മളെ മൂച്ചയൊക്കെ വലുതായി. ബദാമിൻ്റെ മരവും നാരങ്ങ മരവും നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഉണ്ടോ, വലിയ നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാ ഇവിടെ ഉണ്ടോ ഈത്തപ്പഴം ഫുൾ പഴുത്തിട്ടാ, ഫുള്ള് പഴുത്ത്. എന്തായാലും ഞാൻ വന്നപ്പോഴത്തേന് പഴംപറി കഴിഞ്ഞു കേട്ടോ. പഴംപറി ബാക്കിയില്ല. അത് ഫുള്ള് കാക്ക പറിച്ചു. കുറച്ച് കൊലകൾ കെട്ടിയിട്ടിട്ടുണ്ട് പഴം ഉണ്ടാക്കാൻ. ഇതാണ് ഗാർഡൻ്റെ അവസ്ഥ. പുല്ലൊക്കെ ഫുള്ള് നിറഞ്ഞ് എൻ്റെ കാലം കാണാത്ത വിധത്തിൽ പുല്ലായിട്ടുണ്ട്. ഇത് കട്ടി അണങ്ങിപ്പോൾ നമ്മൾ നാരങ്ങ ഓറഞ്ച് തൈ അത്യാവശ്യം ഉയരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മൂച്ചയാണെങ്കിലും വിടർന്നൊന്നുണ്ട്. കൊമ്പൊക്കെ ഒന്ന് കാറ്റിന് ചാഞ്ഞിട്ടുള്ളൊക്കെ വലിച്ച് കെട്ടണം. കണ്ടോ, ഇതൊക്കെയാണ് വിശേഷം. ഇവിടുത്തെ ഈത്തപ്പഴം പഴുത്തിട്ടില്ല. ഇതിന് കുറച്ച് മാസം കൂടി, ഒരു മാസം കൂടി ആവും പഴുക്കണമെങ്കിൽ. കണ്ടോ, ഹിലാലിയാണിത്. ഹിലാലി ആയിട്ടില്ല. നല്ല കായേട്ടാ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. കാക്ക ഫുള്ള് കുലുക്കി ചാടിക്കുക. ഇത് ലെമൺ പറിക്കുകയാണ് കാക്ക പുറത്ത് കുലുക്കി ചാടിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളെ കണ്ട